നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ കോങ്കണിനെ കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ ജിഷയുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ്, എന്താണ് കോങ്കൺ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്കെല്ലാം അറിയാം, നമുക്ക് രണ്ട് കണ്ണുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണുകളും ആ വസ്തുവിൽ തന്നെയാണ് ദൃഷ്ടി ഉറപ്പിക്കേണ്ടത്. എന്നാൽ ഒരാളുടെ കണ്ണുകളിൽ ഒരാൾ ഒരു കണ്ണ് മാത്രം ഒരു നോക്കുന്ന വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും മറ്റേ കണ്ണ് അതിൽ നിന്ന് ദൃഷ്ടി മാറി വേറൊരു ദിശയിൽ ഇരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ കോങ്കൺ എന്ന് പറയുന്നത്. ശരി ഡോക്ടർ, നമ്മൾ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിലെ കോങ്കണ്ണ് മാതാപിതാക്കൾക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ? എന്തെല്ലാം സംശയങ്ങൾ തോന്നിയാലാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? സാധാരണഗതിയിൽ പിറന്നു വീഴുന്ന ഉടനെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളുടെ അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാം. പക്ഷെ ഏകദേശം ഒരു 4 മാസം 6 മാസത്തോടുകൂടി അവരുടെ കണ്ണ് രണ്ടും ഒരേ വസ്തുവിൽ തന്നെ ദൃഷ്ടി ഉറപ്പിക്കുന്നതായി മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുക തന്നെ ചെയ്യും. അതിൽ നിന്നും നീണ്ടുപോയി അതിൽ നിന്ന് ആ കാലയളവിന് ശേഷവും കണ്ണിന്റെ അലൈൻമെന്റിൽ രണ്ട് കണ്ണും ഒരുമിച്ച് ഒരു വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ അതുകൂടാതെ ചിലപ്പോൾ വളർന്ന കുട്ടികളിൽ ഇടയ്ക്ക് മാത്രം കണ്ണിന്റെ അലൈൻമെന്റ് മാറി വരുന്നതായി ചിലപ്പോൾ പേരൻസിനോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾക്കോ അവരുടെ ശ്രദ്ധയിൽപ്പെടാം. അത് ചിലപ്പോൾ ചിലതരം കോങ്കണ്ണ് നമ്മളുടെ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ ദൃശ്യമാകുന്നില്ലെങ്കിലും പുറത്തു പോകുമ്പോൾ, ഉദാഹരണത്തിന് സൂര്യപ്രകാശത്തിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ കണ്ണിന്റെ അലൈൻമെന്റ് മാറി കുറച്ചു നേരത്തേക്കാണെങ്കിലും മാറി വരുന്നത് ശ്രദ്ധയിൽപ്പെടാം. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പിന്നീട് അത് താമസം ഉണ്ടാകാതെ തന്നെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ചില തരത്തിൽ നിന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് കോങ്കൺ ഉള്ളത്? പ്രത്യക്ഷമായും പരിശോധനയിലൂടെയും കോങ്കണ്ണ് എങ്ങനെ തിരിച്ചറിയാം? കോങ്കണ്ണ് പല തരത്തിലുണ്ട്. അത് കണ്ണ് രണ്ടും ഒരേ വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിക്കുമ്പോൾ മറ്റേ കണ്ണിന്റെ മാറി നിൽക്കുന്ന കണ്ണിന്റെ ഗതി ഏത് രീതിയിലാണെന്നുള്ളതനുസരിച്ച് നമ്മൾ കോങ്കണ്ണിനെ പല തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. പുറത്തേക്ക് നിൽക്കുന്നത് എക്സോട്രോപ്പിയ, ഈസോട്രോപ്പിയ, അങ്ങനെ പലതരത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് സംസാരിക്കാറ്. പിന്നെ അതുകൂടാതെ ഈ കോങ്കണ്ണ് ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായി എന്ത് കാരണമാണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ചും കോങ്കണ്ണിനെ പല തരങ്ങളായി വേർതിരിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് കോങ്കണ്ണ് ഉണ്ടാകുന്നതിന്. അടിസ്ഥാനപരമായി ചില സന്ദർഭങ്ങളിൽ ഒരു കാരണം തന്നെ ഇല്ലാതെയും കോങ്കണ്ണ് ഉണ്ടാകാം. ഇഡിയോപ്പതിക് എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ അത് പാരമ്പര്യമായി വരുന്നതോ അല്ലാതെ വരുന്നതോ ആകാം. പിന്നെ അതുകൂടാതെ കണ്ണിന്റെ പവറിന്റെ വ്യതിയാനവും ചില അവസരങ്ങളിൽ കോങ്കണ്ണിലേക്ക് നയിക്കുന്നതാണ്. അതുകൂടാതെയും പല കാരണങ്ങൾ കൊണ്ട് അതൊരു പരിശോധനയിലൂടെ മാത്രം കണ്ടുപിടിക്കേണ്ട പല കാരണങ്ങളും ഒരു കോങ്കണ്ണിലേക്ക് നയിക്കുന്നതാണ്. ശരി ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കോങ്കണ്ണ് വരാനുള്ള കാരണങ്ങൾ, ഇപ്പോൾ കുട്ടികളിലെ കണ്ണിലുണ്ടാകുന്ന പവർ വേരിയേഷൻസ്, അതുപോലെ തന്നെ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് നമ്മള് ജന്മനാൽ തന്നെ ചില കുഞ്ഞുങ്ങളുടെ കാഴ്ചയ്ക്ക് അപാകത വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങൾ കുട്ടിയുടെ കണ്ണിന്റെ തുടർന്നുള്ള പരിശോധനയിലൂടെ മാത്രമേ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം പിറവിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ കണ്ണിനെ ബാധിച്ചേക്കാം. എന്നാൽ മറ്റു ചില പ്രശ്നങ്ങൾ കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ചാണ് കുട്ടിയുടെ കണ്ണിന്റെ അപാകതയായി വരിക. ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവറിന്റെ വേരിയേഷൻ അത് പല പ്രായത്തിലാണ് ഉണ്ടാവുക. ഹൈപ്പർമെട്രോപ്പിയ, ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പവറിന്റെ വ്യതിയാനങ്ങൾ കുഞ്ഞിന്റെ കണ്ണിനെ ബാധിക്കുകയും അത് കാഴ്ചക്കുറവിലുപരി ചില സന്ദർഭങ്ങളിൽ കോങ്കണ്ണിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാം. പിന്നെ ഇതുകൂടാതെ കണ്ണിന്റെ ഉള്ളിൽ റെറ്റിനയിൽ ഉണ്ടാകാവുന്ന ചില ഗുരുതരമായ രോഗങ്ങൾ, ചിലപ്പോൾ ക്യാൻസർ വരെ ബാധിക്കാവുന്ന അവസ്ഥ കണ്ണിന്റെ റെറ്റിനയിൽ ഉണ്ടാകാം. ഇത്തരം രോഗങ്ങളും കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാക്കി കോങ്കണ്ണിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒരു കണ്ണിൽ മാത്രം തിമിരം വരികയാണെങ്കിൽ അത് കാഴ്ചയെ ബാധിക്കുകയും അത് കോങ്കണ്ണിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് വന്നുള്ള പരിശോധനയിലൂടെ മാത്രമേ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ശരി ഡോക്ടർ. ഡോക്ടർ, അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ?
ആ, ആ, എല്ലാത്തരം കോങ്കണ്ണും അടുത്ത സമയത്തായിട്ട് കൂടുന്നതായി പറയാൻ സാധിക്കുകയില്ല എങ്കിലും ഒരു പ്രത്യേക തരം അക്യൂട്ട് കോമിറ്റന്റ് ഈസോട്രോപിയ എന്ന് പറയുന്ന ഒരു തരം കോങ്കണ്ണ് പണ്ട് കാലങ്ങളിൽ അപൂർവമായി മാത്രമേ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോവിഡ്, നമുക്കെല്ലാം അറിയാം, കോവിഡും അതിന് കോവിഡ് സമയത്തും അതിനുശേഷവും കുട്ടികൾ കൂടുതലും അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുകയും അവരുടെ പഠനത്തിനും അല്ലാത്ത ആവശ്യങ്ങൾക്കുമായി ഒരുപാട് ഡിജിറ്റൽ സ്ക്രീനിലേക്ക് അവർ ഉപയോഗം മാറുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് അക്യൂട്ട് കോമിറ്റന്റ് ഈസോട്രോപിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോങ്കണ്ണ് കൂടുതലായി ഇടയായി കണ്ടുവരുന്നുണ്ട്. അത് അമിതമായ ഡിജിറ്റൽ സ്ക്രീനിന്റെ ഉപയോഗം ഒരു കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഡോക്ടറെ, കോങ്കണ്ണ് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റെന്തൊക്കെയാണ്? ഇപ്പോൾ പവർ വേരിയേഷൻസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഒന്നുകൂടെ ചോദിക്കാമോ? കൃത്യമായി കേട്ടില്ല. ഇപ്പോൾ ഈ ഒരു കോങ്കണ്ണ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ കാഴ്ചയെ അല്ലെങ്കിൽ ആ ഒരു പവർ വേരിയേഷനിൽ എന്തെങ്കിലും രീതിയിൽ ബാധിക്കാമോ? കുട്ടി കോങ്കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞു, കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത് കോങ്കണ്ണിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ ഈ കോങ്കണ്ണ് മൂലം കാഴ്ചയിലെ കുറവുണ്ടാകാം. കണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ണിന്റെ അലൈൻമെന്റ് മാറി തന്നെയാണ് നിൽക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം എന്ന് പറയുന്നത് കാഴ്ചയുടെ വികാസത്തിന്റെ പ്രായമാണ്. അവരുടെ കാഴ്ച ഏകദേശം പൂർണ്ണ വളർച്ചയെത്തുന്നത് ഏകദേശം 7 വയസ്സ് 8 വയസ്സോട് കൂടിയാണ്. അപ്പോൾ ഈ 7-8 വയസ്സ് വരെ രണ്ട് കണ്ണും കൃത്യമായ കാഴ്ച അവരുടെ കണ്ണിൽ ലഭിക്കുകയും അത് തലച്ചോറിലേക്ക് പകർന്നു ചെല്ലുകയും ചെയ്യുന്നതാണ് അവരുടെ കാഴ്ചയുടെ പൂർണ്ണമായ വികാസത്തിന് ഏറ്റവും അനുയോജ്യം. പക്ഷേ ഈ കോങ്കണ്ണ് മൂലം ഒരു കണ്ണ് മാറി നിൽക്കുന്നത് മൂലം ആ കണ്ണിൽ നിന്നുള്ള കാഴ്ച തലച്ചോറിന്റെ ലെവലിൽ എത്തുമ്പോൾ അത് മന്ദീഭവിക്കും. കാരണം ഈ രണ്ട് കണ്ണും ഒരേപോലെ കാഴ്ച തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടായ കാഴ്ച അല്ലെങ്കിൽ ഇരട്ടിച്ച കാഴ്ചയിലെ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ വളർന്നു വരുന്ന പ്രായത്തിൽ ബ്രെയിനിന് ആ ഒരു കണ്ണിൽ നിന്നുള്ള മാറി നിൽക്കുന്ന കണ്ണിൽ നിന്നുള്ള കാഴ്ച പൂർണ്ണമായും അത് മന്ദീഭവിപ്പിക്കാൻ, അഥവാ അത് കാഴ്ച വേണ്ട എന്ന് തീരുമാനിക്കാൻ വളർന്നു വരുന്ന തലച്ചോറിനാകും. അങ്ങനെ ആ കാഴ്ച തുടക്കത്തിൽ അതൊരു ഒരു കണ്ണിന്റെ സപ്രഷൻ എന്ന് നമ്മൾ പറയും. അതായത് മാറി നിൽക്കുന്ന സമയത്ത് മാത്രം ആ കണ്ണിൽ നിന്നുള്ള കാഴ്ച നമ്മൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയും അത് ചികിത്സയിലൂടെ നമ്മളത് രണ്ട് കണ്ണിനെയും കൃത്യമായ രീതിയിൽ അലൈൻമെന്റ് കൊണ്ടുവരാത്ത പക്ഷം ആ മാറി നിൽക്കുന്ന കണ്ണിന് സ്ട്രക്ചറലി ഒരു കുഴപ്പവും ഇല്ല എങ്കിൽ പോലും ആ കണ്ണ് ക്രമേണ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അതായത് ആംബ്ലിയോപ്യ അഥവാ മടി പിടിക്കുന്ന അവസ്ഥ, ലേസിയായി എന്നൊക്കെ നമ്മൾ പറയും, ആ ഒരു അവസ്ഥയിലേക്ക് ആ കണ്ണ് എത്താം. അങ്ങനെ ഒരു കണ്ണ് മാത്രം ഏറെ കാലം കോങ്കണ്ണിലേക്ക് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാഴ്ചയുടെ വികാസത്തിന്റെ സമയത്ത് അത് ആ കണ്ണിന്റെ കാഴ്ചശക്തി തന്നെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് പഠനം പോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികളെ എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? നമ്മള് വീട്ടിൽ മാതാപിതാക്കൾക്ക് അവരുടെ കാഴ്ചയിൽ എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് അവരുടെ കാഴ്ച അവർ ടിവിയുടെ അടുത്ത് പോയി നിന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വായിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് അവരത് മുഖത്തോട് കൂടുതൽ അടുപ്പിച്ച് നോക്കുക, അല്ലെങ്കിൽ ശ്രദ്ധ കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ താമസം വിന കുട്ടികളെ കാഴ്ച പരിശോധനയ്ക്കായിട്ട് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണം. പിന്നെ ഉള്ളത്, എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ഒരു കാഴ്ച പരിശോധന അഭികാമ്യമാണ്. കാരണം സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, കാഴ്ചയിലെ തകരാറുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ആ സമയത്ത് നമുക്കത് പൂർണ്ണമായും കാഴ്ചയ്ക്ക് പ്രശ്നം വരാത്ത രീതിയിൽ പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്ക് ആ സമയത്തെ ഒരു ചെക്കപ്പിലൂടെ കണ്ടുപിടിക്കാം. പിന്നെ ഡിജിറ്റൽ സ്ക്രീനിന്റെ ഉപയോഗം പറയുകയാണെങ്കിൽ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ സ്ക്രീനുകൾ ഒന്നും തന്നെ കൊടുക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. മുതിർന്ന കുട്ടികളിലാണെങ്കിൽ ഒരു ദിവസം ഡിജിറ്റൽ സ്ക്രീനിന്റെ ഉപയോഗം 1 മണിക്കൂറിൽ കൂടുതലായി വരാതെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മണിക്കൂറിൽ കൂടുതൽ TV ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഏത് തരത്തിലുള്ള ഡിജിറ്റൽ സ്ക്രീൻ ആണെങ്കിലും അതിന്റെ ഉപയോഗം ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂറിനപ്പുറം പോകാതെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നതാണ് അവരുടെ കാഴ്ചയുടെ കാര്യം മാത്രമല്ല, അവരുടെ മാനസികമായ വികാസത്തിനും അത് അഭികാമ്യമാണ്.
ശരി ഡോക്ടർ, അപ്പോൾ ഈ ഒരു കോങ്കണിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആ, ഞാൻ നേരത്തെ പോലെ കോങ്കണിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാരണങ്ങൾ പരിഹരിക്കുക വഴി, ആ കാരണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന വഴി ചിലതരം കോങ്കണ്ണുകൾ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ഉദാഹരണത്തിന് ഷോർട്ട് സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ പോലുള്ള ചില ഫോക്കസിങ് പ്രോബ്ലംസ് അവരുടെ കണ്ണാടി കൊടുക്കുന്നത് വഴി അത്തരത്തിലുള്ള കോങ്കണ്ണുകൾ പൂർണ്ണമായും കണ്ണാടി കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതുകൂടാതെ ചിലതരം കോങ്കണ്ണുകൾ പേശികളുടെ അമിതമായ ഉപയോഗം, അക്കോമഡേറ്റീവ് ഈസോട്രോപ്പിയ എന്ന് നമ്മൾ പറയും, ആ തരത്തിലുള്ളതും സ്പെഷ്യൽ ആയിട്ടുള്ള ചില കണ്ണാടികൾ കൊടുക്കുന്നത് വഴി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. ഇതിലൊന്നും പെടാതെ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന തരം കോങ്കണ്ണുകളാണെങ്കിൽ അതിന് ഓപ്പറേഷൻ തന്നെയാണ് ചികിത്സ. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കണ്ണ് നമുക്കറിയാം ഒരു ഗോളം പോലെയാണ്. ആ ഗോളം പോലെയുള്ള കണ്ണിനെ ചലിപ്പിക്കുന്ന പേശികളുണ്ട്. ആ പേശികളിൽ കണ്ണിന് പുറമേയുള്ള ആ പേശികളിൽ നടത്തുന്ന ഓപ്പറേഷൻ വഴി നമുക്ക് കോങ്കണ്ണ് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ ഇത് ഇപ്പോൾ കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കണ്ണിന്റെ ഈ കോങ്കണ്ണിനെ നിയന്ത്രണ വിധേയമാക്കാനായി ചില എക്സസൈസുകളോ അതുകൂടാതെ ഈ കണ്ണിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് തിരിഞ്ഞിരുന്ന കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന ആംബ്ലിയോപ്പിയ എന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ആ അവസ്ഥ കറക്റ്റ് ചെയ്യുന്നത് വഴിയും കണ്ണുകളെ നമുക്ക് ഏകദേശം അവരുടെ അലൈൻമെന്റ് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ഏകദേശം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് പൂർണ്ണമായും അപ്പോൾ കറക്റ്റ് ചെയ്യാനാകില്ലേ? കോങ്കണ്ണ് പൂർണ്ണമായും കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ആംബ്ലിയോപ്പിയ എന്ന അവസ്ഥ അഥവാ ലേസി ഐ എന്ന അവസ്ഥ നമുക്ക് 7 വയസ്സ് വരെയാണ് കണ്ണിന്റെ വികാസം പൂർത്തിയാകുന്നത്. അപ്പൊ 7 വയസ്സിന് മുന്നേ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ മങ്ങിപ്പോയ കണ്ണിന്റെ കാഴ്ചശക്തി നമുക്ക് പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ തരത്തിലുമുള്ള കോങ്കണ്ണിന് ഓരോ രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളാണോ? അതെ, എന്താണ് കാരണം എന്നുള്ളതനുസരിച്ചാണ് കോങ്കണ്ണിന്റെ ചികിത്സാക്രമം തീരുമാനിക്കുന്നത്. അത് ഏത് സമയത്താണ് ആ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും കോങ്കണ്ണിന്റെ ഏത് തരമാണ്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതെല്ലാം പരിശോധനയിലൂടെ മനസ്സിലാക്കിയിട്ടാണ് ഓപ്പറേഷനിലേക്ക് നീങ്ങുക, ചികിത്സയിലേക്ക് നീങ്ങുക. ഇപ്പോൾ ഈ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടി വളർന്ന ശേഷമാണോ? അപ്പോൾ കുട്ടിയുടെ ഒരു പ്രായപരിധി ഒക്കെ എങ്ങനെയാണ്? കോങ്കണ്ണ് ചികിത്സിക്കുന്നതിന് അതിന് കൃത്യസമയത്ത് തന്നെ ചികിത്സ കൊടുക്കണം. അത് കോങ്കണ്ണ് നേരെയാക്കുന്നത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ കണ്ണിൽ ഒരു അഭംഗി മാറുക എന്നുള്ളത് മാത്രമായിരിക്കാം അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ കോങ്കണ്ണിന്റെ ചികിത്സ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. രണ്ട് കണ്ണും പൂർണ്ണമായി അലൈൻമെന്റിൽ വരുന്നത് നമ്മുടെ രണ്ട് കണ്ണും ഉപയോഗിച്ചുള്ള ഒരു കാഴ്ചശക്തി ഒരാൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി കൂടിയാണ്. അത് കണ്ണ് നേരെ നിൽക്കുന്നത് വഴിയുള്ള ഒരു കോസ്മെറ്റിക് പ്രോബ്ലം മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കണ്ണും ഒരുമിച്ച് ഉള്ള കാഴ്ചയിലൂടെ അവരുടെ ഒരു ഡെപ്ത് പെർസെപ്ഷൻ, സ്റ്റീരിയോപ്സിസ് അഥവാ ഒരു 3D ആയിട്ടുള്ള ഒരു കാഴ്ചയുടെ ഇഫക്റ്റ് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച കുറയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് ഓപ്പറേഷൻ അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം വളർന്നിട്ടാണ് ഒരാൾക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ആ കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് മാത്രമേ ആ ഒരു ഓപ്പറേഷൻ മൂലം കിട്ടുള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കണ്ണും ഒരുമിച്ച് കാഴ്ച തെളിയാനുള്ള ഒരു ശക്തി അവർക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഏത് സമയത്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 മാസം മുതൽ 6 മാസം വരെ പ്രായത്തിൽ വരുന്ന കൺജനിറ്റൽ ഈസോട്രോപ്പിയ എന്ന് പറയുന്ന പ്രത്യേക തരം കോങ്കണ്ണ്, ആ കോങ്കണ്ണ് കുട്ടിക്ക് ഏകദേശം 1 വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം 8-9 മാസം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ ഒരു പ്രായത്തിൽ കുട്ടിക്ക് രണ്ട് കണ്ണും ഒരുമിച്ചുള്ള കാഴ്ച അതിന്റെ വികാസത്തിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ ഓപ്പറേഷനിലേക്ക് ചെയ്യുന്ന ഒരു നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പിന്നെ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ
ഉദാഹരണത്തിന് ഒരു 3 വയസ്സ് 4 വയസ്സ് ആ പ്രായത്തിൽ ഇടയ്ക്കിടെ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതരം കോങ്കണ്ണുകളുണ്ട്. ആ കോങ്കണ്ണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആ കോങ്കണ്ണ് കുട്ടിക്ക് എത്ര സമയം ആ കോങ്കണ്ണായി നിൽക്കുന്നുണ്ട്, എത്രത്തോളം ആ കുട്ടിക്ക് ആ കോങ്കണ്ണ് ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടിക്ക് രണ്ട് കണ്ണും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ആ ഒരു അവസ്ഥ എത്തുന്നതിന് മുന്നേ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. കുട്ടികളിൽ ഉണ്ടാകുന്ന കോങ്കണ്ണിനെ പറ്റിയാണ് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ അവസാനം പറഞ്ഞു വന്നത് സർജറിയെ പറ്റിയായിരുന്നു. അപ്പോൾ കുട്ടി വളർന്ന ശേഷമാണ് സർജറി ചെയ്യുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന കൂടുതൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഓപ്പറേഷൻ നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട്, അതായത് കാഴ്ച ഉറച്ചതിന് ശേഷം പ്രായമായവരിൽ ചെയ്യുന്ന കോങ്കണ്ണിന്റെ ഓപ്പറേഷനുള്ള ഒരു പ്രധാന പ്രശ്നം അവർക്ക് ഓപ്പറേഷന് ശേഷം കുറച്ചു കാലം രണ്ടായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അത് സാധാരണഗതിയിൽ കുറച്ചു കാലം അത് ആ ഒരു ബുദ്ധിമുട്ട് തുടർന്നതിന് ശേഷം അത് മാറി വരാറുണ്ട് മിക്കവരിലും. അല്ലാതെ അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ആകെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അതൊരു കോസ്മെറ്റിക് കറക്ഷൻ മാത്രം ആകും എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് അതുകൊണ്ട് കോങ്കണ്ണ് മൂലം ഉണ്ടായ കാഴ്ചയിലെ നഷ്ടം പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് രണ്ട് കണ്ണും ഒരുമിച്ച് ഒരു വസ്തുവിൽ ദൃഷ്ടി ഊന്നി അതിന്റെ എല്ലാ ഗുണപരമായ രീതിയിൽ കാഴ്ച തെളിഞ്ഞു വരികയോ ഉണ്ടാവില്ല. ഡോക്ടർ, ഇങ്ങനെ ഒരു സർജറി ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എങ്ങനെയാണ്? അത്തരത്തിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. തിമിരത്തില്ല. കോങ്കണ്ണിന്റെ ഓപ്പറേഷൻ നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളിലെ ഓപ്പറേഷൻ ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യാറ്. ജനറൽ അനസ്തീഷ്യ സംബന്ധമായ അനസ്തീഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്കുകളും നമ്മൾ സാധാരണ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ കണ്ണിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഈ കോങ്കണ്ണിന്റെ ഓപ്പറേഷൻ ഒരു ഓപ്പറേഷൻ സംബന്ധമായ എല്ലാ റിസ്കുകളും കോങ്കണ്ണിന്റെ ഓപ്പറേഷനും ബാധകമാണ്. അതുകൂടാതെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യപടിയായി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ മൂലം പലപ്പോഴും ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് കോങ്കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യാറ്. കോങ്കണ്ണ് എത്രയാണ്, അതിന്റെ അളവ് എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കണ്ണിന്റെ മസിലിൽ അതിൽ പ്രകാരമുള്ള മെഷർമെന്റ് ആണ് നമ്മളൊരു ഓപ്പറേഷനായിട്ട് ചെയ്യുക. അപ്പൊ ഈ ഓപ്പറേഷൻ ആദ്യഘട്ടം ഓപ്പറേഷനിലൂടെ അത് പൂർണ്ണമായ കറക്ഷൻ എത്താത്ത പക്ഷം അത് ഒരു രണ്ടാം ഘട്ടം ഓപ്പറേഷനിലൂടെ അത് പരിപൂർണമായി സുഖപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുക. പിന്നെ അപൂർവമായി ചില കോംപ്ലിക്കേഷൻസ് ഏതൊരു ഓപ്പറേഷനും ഉണ്ടാകുന്നത് പോലെയുള്ള അപൂർവമായ കോംപ്ലിക്കേഷൻസ് ഈ ഓപ്പറേഷനിലും ഉണ്ടാകാം. അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടാവുന്നതുമാണ്. ഡോക്ടർ, ജനങ്ങളിൽ എത്രത്തോളം ഈ ഒരു സർജറിയെ പറ്റിയ ഒരു അറിവുണ്ട്? അങ്ങനെയുള്ള ഇത്തരത്തിലൊരു പ്രശ്നം നേരിടുമ്പോൾ കൂടുതൽ ആൾക്കാർ സർജറിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? പണ്ട് കാലത്ത് കോങ്കണ്ണ് ഒരു ഭാഗ്യമായും അല്ലെങ്കിൽ കണ്ണിന്റെ ഈ കോങ്കണ്ണ് ഒരു ഓപ്പറേഷൻ വഴി കറക്റ്റ് ചെയ്യേണ്ടതല്ല എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാതാപിതാക്കൾ കൂടുതൽ അവെയർ ആണ്. പലർക്കും ഇതിനെപ്പറ്റി നല്ല ഒരു ധാരണ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടികളെ ഈ കോങ്കണ്ണ് കാണുന്ന പക്ഷം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിശോധനയ്ക്ക് എത്തിക്കാറുണ്ട്. ഇതിൽ ഈ കോങ്കണ്ണ് എന്നുള്ളതിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസ് കൂടാതെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കാഴ്ചക്കുറവ് മൂലം ഉണ്ടാകുന്ന കോങ്കണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാരണങ്ങളും കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. ആ ഒരു അവബോധം കൂടെ കൂടുതലായി മാതാപിതാക്കളിൽ എത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് മധു ആണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. എനിക്ക് അറിയാനുള്ളത്, പിന്നെ ഈ ജന്മനായുള്ള കോങ്കണ്ണ് കാലാന്തരത്തിൽ ഒന്നും ചെയ്യാതെ തന്നെ ശരിയാകാറുണ്ടോ, അഥവാ ഏതെങ്കിലും എക്സസൈസ് വഴി ഈ കോങ്കണ്ണ് ശരിയാകാറുണ്ടോ? ജന്മനാലുള്ളതെന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് ഒരു വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ കാണുന്ന കോങ്കണ്ണിനെ ആയിരിക്കണം ഉദ്ദേശിച്ചത്, അല്ലേ? ആ കോങ്കണ്ണ് സാധാരണഗതിയിൽ മാറാറില്ല. വളർച്ചയുടെ നേരത്തെ ഉള്ള കാലഘട്ടത്തിൽ കാണുന്ന കോങ്കണ്ണ് അവർ മുതിർന്നാലും ആ കോങ്കണ്ണായിട്ട് തന്നെ നിലനിൽക്കാറാണ് പതിവ്. മാറാറില്ല. ഒരു ചികിത്സ ചെയ്യാത്ത പക്ഷം അത് മാറി വരാറില്ല. എന്നാൽ ചിലതരം കോങ്കണ്ണുകൾ
ആ കുട്ടിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോങ്കണ്ണുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് സ്ക്വിന്റ് എന്ന് പറയുന്നത്. ആ തരം കോങ്കണ്ണിൽ കണ്ണിന്റെ ചില വ്യായാമങ്ങളിലൂടെ ആ കോങ്കണ്ണിനെ പുറത്തു വരുന്നത് കുറയ്ക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ കോങ്കണ്ണിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ എക്സസൈസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അത് ഈ തരം എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ കണ്ണിന്റെ മസിലുകളാണല്ലോ കണ്ണിനെ ചലിപ്പിക്കുന്നതും കണ്ണിനെ അതിന്റെ കൃത്യമായ അലൈൻമെന്റിൽ നിർത്തുന്നതും കണ്ണിന്റെ പുറമേയുള്ള മസിൽസ് ആണ്. അപ്പം ഈ കണ്ണ് അലൈൻമെന്റിൽ നിൽക്കാത്ത സാഹചര്യത്തിൽ ഈ കണ്ണിന്റെ ചലനങ്ങളെ ശക്തിപ്പെടുത്തുന്ന, അതായത് കൺവേർജൻസ് എക്സസൈസ് പോലെയുള്ള ചില എക്സസൈസുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ചെയ്യുകയും ചില മസിൽസിന് കൂടുതലായിട്ട് സ്ട്രെങ്ത് വരുത്തിക്കൊണ്ട് കോങ്കണ്ണിനെ വരുതിയിലാക്കാനും സാധിക്കും. പൂർണ്ണമായ ഒരു ചികിത്സ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, നമ്മോടൊപ്പം കോഴിക്കോട് നിന്ന് ഗീത ചേരുന്നുണ്ട്. ഗീത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. ചോദിച്ചോളൂ. മാഡം, ഡോക്ടർ സാറേ, അതെ, എൻ്റെ മകന്റെ കുട്ടിയാണ്. അവന് പറഞ്ഞോളൂ. 3 വയസ്സുണ്ട്. 3 വയസ്സുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ. 3 വയസ്സുണ്ട്. അവന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോങ്കണ്ണാക്കിക്കൊണ്ടേയിരിക്കും. കോങ്കണ്ണ് ഇല്ല ശരിക്കും, പക്ഷെ അവൻ എന്ത് പറഞ്ഞാലും ഒന്ന് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾക്കൊരു പേടി, ഇത് ഇങ്ങനെ തന്നെ ആവോ എന്നുള്ളൊരു പേടി. എത്ര വയസ്സാണ് കുട്ടിക്ക്? 3 വയസ്സ് കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ? എത്ര വയസ്സാണ് കുട്ടിക്ക്? 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സ്. ഇത് അമ്മ വിചാരിക്കുന്നത് പോലെ അതൊരു കുട്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു കോങ്കണ്ണാകണമെന്നില്ല. അത് ആ കുട്ടിക്ക് ഒരു കണ്ണിന്റെ പരിശോധന ഉടനെ തന്നെ ചെയ്യിപ്പിക്കുക. കാരണം ഇത് ഇന്റർമിറ്റന്റ് സ്ക്വിന്റ് എന്ന് പറയുന്നത്, അതായത് ഇടയ്ക്ക് വരുന്ന സ്ക്വിന്റ് ആണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു കണ്ണാടി കൊടുത്താൽ മാത്രം അത് ഒഴിവാക്കാൻ പറ്റും. കുട്ടിക്ക് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന, അതായത് ഹ്രസ്വദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ, ഫോക്കസിങ്ങിന്റെ പവർ ഉണ്ടെങ്കിൽ, ആ കുട്ടികൾ ഒരു വസ്തു ക്ലിയറായി കാണാനായിട്ട് കണ്ണിന്റെ ഉള്ളിലെ മസിലുകളെ അമിതമായി പ്രവർത്തിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കണ്ണിന്റെ പുറമേയുള്ള മസിലുകളുടെ അമിതമായ ഉപയോഗം അതിന്റെ കൂടെ വരികയും അങ്ങനെ കണ്ണ് കോങ്കണ്ണിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിൽ ഉള്ള പ്രോബ്ലം അല്ലെങ്കിൽ അക്കോമഡേറ്റീവ് പ്രോബ്ലം മൂലം ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് കോങ്കണ്ണുണ്ടാകാം. അത് കുട്ടി തന്നെ ഉണ്ടാക്കുന്നതാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച പരിശോധിക്കുകയും എന്തെങ്കിലും പവർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കോങ്കണ്ണ് പൂർണ്ണമായും മാറുന്നതാണ്. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സർജറികളുടെ സാധ്യതകളെ പറ്റിയിട്ട് ഡോക്ടർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത്തരം ഓപ്പറേഷനുകൾ കോങ്കണ്ണിന്റെ ഇത് കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ എന്താണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അത് കൃത്യസമയത്ത് ഓപ്പറേഷൻ ചെയ്യിക്കുക തന്നെ വേണം. അത് കേരളത്തിലെ സർക്കാർ എല്ലാ മെഡിക്കൽ കോളേജിലും ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. അതുകൂടാതെ പുറത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഇത്തരം ഓപ്പറേഷനുകൾ ലഭ്യമാണ്, ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി അതിന്റെ കൃത്യമായ ചെക്കപ്പുകൾ ചെയ്ത് അത് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക തന്നെ വേണം. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറിന്റെ സമയം ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിലെ കോങ്കണ്ണിനെ കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ ജിഷയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.